ഹായ് പിള്ളേരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അമ്മു. ഇന്ന് നമുക്കൊരു ചന മസാല കറി ഉണ്ടാക്കിയാലോ? ഞാൻ ഈ ബേസിക് തൊട്ട് കറികൾ ഉണ്ടാക്കാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാനും വലിയ പ്രോയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ന്യൂലി മാരീഡ് ആയിട്ടുള്ളവർക്കൊക്കെ ആദ്യമായിട്ട് നിങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ ഓർമ്മ വെച്ചും യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ കുക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ബേസിക് തൊട്ട് കാണിക്കുമ്പം കുറേ പേർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ കറികളും ഉണ്ടാക്കുമ്പോൾ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ചന മസാല ഉണ്ടാക്കാം, വളരെ എളുപ്പമാണ്. കാരണം ഓൾറെഡി നമ്മൾ കുക്കറിൽ ചനയും ഒനിയനും പൊട്ടറ്റോയും വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു പുതിയ കുക്കറൊക്കെ ആണെങ്കിൽ ഒരു 4 വിസിൽസൊക്കെ വേണ്ടി വരും. അല്ല ഓൾറെഡി യൂസ് ചെയ്ത കുക്കറൊക്കെ ആണെങ്കിൽ ഒരു 2 to 3 വിസിൽസൊക്കെ മതിയാവും കേട്ടോ. 5 മിനിറ്റ് എടുത്ത് അത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഒനിയൻ, അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ കട്ട് പീസസ് ആണ് യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ട് അരിയുക. അത് കഴിഞ്ഞിട്ട് മുളകൊക്കെ അരിഞ്ഞ് മല്ലി ഇലയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം കേട്ടോ. ഞാനിവിടെ മല്ലിയില യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് കിട്ടിയില്ലായിരുന്നു ഫ്രഷായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതായതിന് ശേഷം പാൻ എടുക്കുക, ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ജീരകം നിങ്ങൾക്ക് ഒന്നെങ്കിൽ പൗഡറായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ജീരകമായിട്ട് വലിയ ജീരകം കിട്ടുമല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് ചേർത്തിട്ട് നമ്മൾ എന്തൊക്കെയാണോ കുക്ക് ചെയ്ത് വെച്ചിരുന്നത് അതെല്ലാം ഇതിലോട്ട് എണ്ണയിലോട്ട് തളിക്കുക. അപ്പോൾ നന്നായിട്ട് അത് തമ്മിലൊന്ന് ജോയിൻ ആയി വരുമ്പോൾ തന്നെ ഓൾറെഡി ടർമറിക് പൗഡറൊക്കെ ഇട്ടിരുന്നല്ലോ, അതുകൊണ്ട് ഇനി ചില്ലി പൗഡർ ഇടുക. ഇതൊക്കെ ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് ചില്ലി ഒരുപാട് ഇഷ്ടമല്ല, ഞാൻ അല്ലാതെ പച്ചമുളകാണ് ഇടാറ്. അപ്പം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഒക്കെ ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇടേണ്ടത് മല്ലി പൗഡറാണ്. കാരണം മല്ലി പൗഡർ നല്ല കുറുകാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ പൊട്ടറ്റോ കംപ്ലീറ്റ്ലി ഇടാതെ ഒരു സ്മോൾ പീസ് പൊട്ടറ്റോ വേവിച്ചത് മാറ്റി വെക്കുകയാണെങ്കിൽ അവസാനം നമുക്കത് സ്മാഷ് ചെയ്ത് ചേർക്കും, നല്ല കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വന്ന് കുറച്ച് മുളക് കൂടി ഇട്ട് മല്ലിപ്പൊടിയും കൂടി ഇട്ട് അതേപോലെ തന്നെ മല്ലി ഇല വെച്ച് ഗാർണിഷ് ചെയ്യുക. ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ. ഈ ഒരു കറി എന്ന് പറയുന്നത് നമുക്ക് ബട്ടൂര, പൂരി, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലേക്കും കാണുന്നവരേക്കും ബൈ ബൈ. Like, comment, and subscribe.